ദുരൂഹതയുണർത്തി കണ്ണൂർ വാണിയപ്പാറ ഇൻഫന്റ് ജീസസ് ചർച്ചിലെ കല്ലറ. ഒരു കല്ലറയിൽ 2 മൃതദേഹം കണ്ടെത്തിയതായാണ് സംശയം. കല്ലറ തുറന്നപ്പോൾ പായിൽ വസ്തു കണ്ടതോടെയാണ് ദുരൂഹത വർദ്ധിച്ചത്. പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് മൃതദേഹമാണെന്ന് സംശയമുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഇതുവരെയും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പുറത്തുനിന്ന് ആരെങ്കിലും കൊലപാതകം നടത്തി ഇവിടെ കൊണ്ടുവന്ന് മൃതദേഹം അടക്കം ചെയ്തതാകാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. സംഭവത്തിൽ കരിക്കോട്ടക്കരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നാട്ടുകാരൻ ജിൽസുണ്ണിമാക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. ദുരൂഹത തോന്നിയപ്പോൾ പോസ്റ്റിട്ടതാണെന്ന് ജിൽസുണ്ണിമാക്കൽ പറയുന്നു. ക്രിസ്ത്യൻ ആചാരപ്രകാരം ഒരു കല്ലറയിൽ 2 മൃതദേഹം അടക്കം ചെയ്യില്ല. അറിഞ്ഞവർ പുറത്തു പറഞ്ഞില്ലെന്നും ജിൽസുണ്ണിമാക്കൽ. പള്ളിയിലെ ദുരൂഹമായിട്ടുള്ള സംഭവം കാണുന്നത് ഒരു 6 ദിവസം മുമ്പ് ഈ ഇടപെട്ട ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞപ്പം ആ വ്യക്തിക്കുള്ള കല്ലറ അത് പള്ളിയിൽ നിന്നാണ് ഇന്ന കല്ലറ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അങ്ങനെ കാണിച്ചു കൊടുത്തു. അത് ചെന്ന് പൊളിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിനകത്ത് ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഒരു പായ്ക്കകത്ത് പൊതിഞ്ഞ് കിട്ടിയ അവസ്ഥയിലൊരു രൂപം ഇത് കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ 4 പേരെങ്ങാനും ഉണ്ടായിരുന്നുള്ളൂ. അവരത് നിർത്തി കരിക്കോട്ടക്കരി പോലീസിനെ അറിയിച്ചിരുന്നു. അവർ വന്നുവെന്നും കേൾക്കുന്നുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു സെമിത്തേരിയിലും പള്ളിയായിട്ട് ബന്ധപ്പെട്ട ഒരു സെമിത്തേരിയിലും പഴമ്പായ്ക്കകത്ത് പൊതിഞ്ഞൊരു ബോഡി അടക്കാറില്ല. അത് ഇന്ന് വരെ പണ്ടുണ്ടായിരുന്നു. തെമ്മാടിക്കുരി എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോഴൊന്നും അങ്ങനൊരു സംഭവമില്ല. അത് കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു ദുരൂഹത, അതങ്ങനെ അവിടെ വന്നു, അതിലാണ് സംശയം തോന്നിയതും. അതേസമയം പള്ളിയാണ് പോലീസിനെ വിവരം അറിയിച്ചതെന്ന് വികാരി ഫാദർ ജിൽബർട്ട് കൊന്നയിൽ പ്രതികരിച്ചു. മൃതദേഹമാണെന്ന് സംശയം തോന്നി. ക്രിസ്ത്യൻ ആചാരപ്രകാരം ഇങ്ങനെ അടക്കം ചെയ്യാറില്ല. പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹമാണോ എന്ന് സംശയമുണ്ട്. പോലീസ് അന്വേഷണത്തോട് സഹകരിക്കുമെന്നും വികാരി അറിയിച്ചു. സംശയം തോന്നുന്ന രീതിയിൽ ഒരു പെട്ടിയോട് കൂടെ ചേർന്ന് വേറെ ഒരു പെട്ടി കൂടി ഒരു ബോഡി കൂടി കിടക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി. അത് കൈക്കാരന്മാർ എന്നെ വിളിച്ചറിയിച്ചു. വിളിച്ച സ്പോട്ടിൽ തന്നെ ഞാൻ അവരോട് പറഞ്ഞു, ആ കല്ലറ സ്ലാബിട്ട് മൂടി പഴയതുപോലെ തന്നെ വെക്ക്, എന്നിട്ട് വേറൊരു കല്ലറ തുറന്ന് അന്നത്തെ സംസ്കാരം നടത്താൻ പറഞ്ഞു. ഈ സമയത്ത് ഞാൻ പുറത്തായിരുന്നതിനാൽ ഞാൻ രൂപതയെ വിളിച്ചു. ഇങ്ങനെ ഒരു സംഭവം അതിരൂപതയെ വിളിച്ച് അറിയിച്ചു. അതിരൂപതയിൽ എന്നോട് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ തന്നെ അതിൻ്റെ കംപ്ലയിൻറ്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അന്ന് ഈ സംസ്കാര ശുശ്രൂഷകൾ മുഴുവൻ നടന്നതിന് ശേഷം ഗ്രില്ലിട്ട് സിമിത്തേരി പൂട്ടിയതിന് ശേഷം കൈക്കാരന്മാർ 4 പേര് ചേർന്നിട്ട് അന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കൃത്യമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതി കൊടുക്കുകയും പിറ്റത്തെ ദിവസം ഞങ്ങൾ ആ പരാതി കൊടുത്തതിൻ്റെ ഒരു റെസിപ്റ്റ് തിരിച്ചു വാങ്ങുകയും ചെയ്തു. സംഭവം കഴിഞ്ഞ 13-ന് മരിച്ചയാളെ ഇവിടെ അടക്കം ചെയ്യുന്നതിനായി സ്ലാബ് നീക്കം ചെയ്തപ്പോഴാണ് 2 ദേഹങ്ങളിലൊന്ന് പെട്ടിയിലും മറ്റൊന്ന് പ്ലാസ്റ്റിക് പായയിൽ പൊതിഞ്ഞ നിലയിലുമാണ്. പ്ലാസ്റ്റിക് പായയിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം തന്നെയാണോ എന്ന് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. പുറത്തുനിന്ന് ആരെങ്കിലും കൊലപാതകം നടത്തി ഇവിടെ കൊണ്ടുവന്ന് മൃതദേഹം അടക്കം ചെയ്താകാൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാരുടെ സംശയം. സംഭവത്തിൽ കരിക്കോട്ടക്കരി പോലീസ് അന്വേഷണം തുടങ്ങി. കല്ലറ പോലീസ് വീണ്ടും തുറന്നു പരിശോധിക്കും. ന്യൂസ് 18 കണ്ണൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.